എന്താ പറഞ്ഞത് ഷാഫി ഇമാമ? ഞാൻ ചെയ്തു പോയ പെറ്റുകുറ്റങ്ങൾ എന്ന കബറിന്റെ അകത്ത് കാത്തിരിക്കുകയാ. ചിന്തിക്കൂ ചെറുപ്പക്കാരോ, ആലോചിക്കൂ ചെറുപ്പക്കാരോ. കറുകപ്പുത്തൂരും മണപ്പറയിലും ഒക്കെ മഹാന്മാരുടെ പേര് പറഞ്ഞ ആണ്ട് നേർച്ച നടക്കുമ്പോ കല്ല് കുടിച്ച് കൂട്ടാടുന്ന ചെറുപ്പക്കാരോ, നേരമില്ലാതെ കൂട്ടാടുന്ന ചെറുപ്പക്കാരോ, അത് കറുകപ്പുത്തൂരില് ഏത് പൊന്നുമോന്റെ മക്കളാണെങ്കിലും അസ്രായിലിനെ കാണാതെ മരിക്കാൻ നിനക്ക് പറ്റൂലോ. അസ്രായിലിനെ കാണാതെ മരിക്കാൻ നിനക്ക് പറ്റൂലോ. ഞാനിത് പറയുമ്പോ എന്റെ കൊപ്പ ഉസ്താദിന് സങ്കടം തോന്നണ്ട. കറുകപ്പുത്തൂരില് സംഘാടകർക്ക് എന്നോട് നീരസം തോന്നുന്നുണ്ടോ? ഇനി മരിക്കുന്നവർ വരെ ഈ മണ്ണിലേക്ക് നിങ്ങൾ എന്നെ പ്രസംഗത്തിന് വിളിക്കണ്ട. പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാണോ നിന്റെ യുവത്വം ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ നടന്നു പോകുന്ന പെൺകുട്ടികളെ ശരീരം നിന്ന് കമന്റ് അടിക്കാൻ വേണ്ടി ചെലവഴിച്ച 18ന്റെ പ്രായം എങ്ങനെ എടുത്തു വെക്കും ചെറുപ്പക്കാരോ? എങ്ങനെ എടുത്തു വെക്കും ചെറുപ്പക്കാരാ? ഈ മഹാന്മാര് പൊട്ടന്മാരെ കിടന്നിറങ്ങുന്നവര് നിങ്ങൾ എന്തേ കരുതിപ്പോയത്? നിങ്ങൾ എന്തേ കരുതിപ്പോയത്? നിങ്ങൾ പറയുന്ന മറുപടി എന്താ? അജ്മീറിൽ എങ്ങനെ നടക്കുന്നില്ലേ, നാഗൂരിൽ ഇങ്ങനെ നടക്കുന്നില്ലേ എന്നാണ്. സുബ്ഹാനല്ലാഹ്, അജ്മീറിൽ പിടിക്കേണ്ട ചെറുപ്പക്കാരാ, നാഗൂരിൽ പിടിക്കേണ്ട ചെറുപ്പക്കാരാ, അതിനുള്ള യോഗ്യത നമുക്കില്ലടാ, അതിനുള്ള യോഗ്യത നമുക്കില്ല ചെറുപ്പക്കാരോ. കറുകപ്പുത്തൂരിൽ ഒരു 10 ചെറുപ്പക്കാര് തീരുമാനിച്ചാൽ ഇതിനെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റൂലേ? പക്ഷെ നീ തീരുമാനിക്കൂല, ഇബ്ലീസിനെ കൊണ്ട് സമ്മതിപ്പിക്കൂല. എന്തുകൊണ്ട്? ആയിരക്കണക്കിന് ആളുകൾ വന്ന് സിയാറത്ത് നടത്തിയിട്ട് പുണ്യം നേടുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല. അവരുടെ പൊരുത്തം കൊണ്ട് ശഫാഅത്ത് കിട്ടുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നിന്നെ നശിപ്പിക്കാനായിട്ട് കല്ലും കഞ്ചാവും പെണ്ണുമായിട്ട് ഒരു തുണി പോലുമില്ലാതെ നല്ലോട് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കന്നുകാലികളെ പോലെ വലിച്ചടക്കോ. ശപിക്കപ്പെട്ട ഇബ്ലീസ് രംഗത്ത് വരുമ്പോ എന്റെ കറുകപ്പുത്തൂർ വന്ന പ്രിയപ്പെട്ട യുവത്വമേ, ഒരു പരിസ്നേഹം നിനക്ക് പടച്ചവനോടുണ്ടോ? ഒരു പരിസ്നേഹം നിനക്ക് പടച്ചവനോടുണ്ടോ? നല്ലതുപോലെ മരിക്കണ്ടേ പൊന്നുമോനെ, നല്ലതുപോലെ മരിക്കണ്ടേ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പൊരുത്തം നേടി മരിക്കണ്ടേ, മുത്ത് ഹബീബിനെ കണ്ടു മരിക്കണ്ടേ. ഇതിപ്പോ തീരും മോനെ, ഈ ലോകം ഇപ്പൊ തീരും പൊന്നുമോനെ. ഈ ലോകം പെട്ടെന്ന് അവസാനിക്കും ചെറുപ്പക്കാരാ. ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക ലോകത്തിന്റെ കേവലം സുഖത്തിന് വേണ്ടിയിട്ട് ആ വർഷത്തെ കബറടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉണർന്നുവായുവത്വമേ, രക്ഷപ്പെടാൻ ഒരുങ്ങിവായുവത്വമേ. അല്ലാഹു നിന്നെ എത്രയോ തവണ വിളിക്കുകയാ, ഒന്ന് ദുആ ചെയ്യടാ, ഞാൻ നിന്റെ പാപം പുറത്തു തരാ. നീ ചെയ്യൂല, നീ ചെയ്യൂല. നിന്റെ തലയിലും നിന്റെ നെഞ്ചിലും നിന്റെ രക്തത്തിലും ആ ശപിക്കപ്പെട്ട ഇബ്ലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും നീ ചെയ്യൂല ചെറുപ്പക്കാരാ, ഒരിക്കലും നീ തൗബ ചെയ്യൂല പെങ്ങളെ, തൗബ ചെയ്യൂല. എത്ര പ്രസംഗം കേട്ട് കരഞ്ഞതോ, എത്ര പ്രസംഗം കേട്ട് നിലവിളിച്ചതോ, എത്ര പ്രസംഗം കേട്ട് കണ്ണീരൊടുക്കിയതോ. എന്റെ പൊന്നുമോള്, ഒരു മാറ്റമുണ്ടാകട്ടെ പെങ്ങള്. ഇന്ന് മരിച്ചാലുള്ള സ്വർഗം തരുന്ന ഒരു മരണമാകാം, ഇന്ന് മരിച്ചാലുള്ള സ്വർഗം തരുന്ന മരണമാകാം. നിങ്ങൾ കൊതിക്കണേ. എല്ലാ ദിവസവും പടച്ചറപ്പിനെ തൊട്ട് സത്യമിട്ടുകൊണ്ട് ഞാൻ പറയുകയാ, എല്ലാ ദിവസവും വേദിയിലേക്ക് കിടക്കുമ്പോ ഇപ്പൊ നെഞ്ചിനകത്തൊരു പിടപെടപ്പാ. എന്തെന്നറിയോ? എന്നും മരണത്തെ കുറിച്ചല്ലേ പറയുന്നത്, എവിടെയും മരണത്തെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴാണ് അസ്റായിൽ വരുന്നതെന്നറിയാൻ കഴിയാത്ത ഒരു ഭയപ്പാടാണ്. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. 3 അത്ഭുതം. 1, നേരിട്ട് അസ്റായിലിനെ കാണലാണ്. കാണാതെ മരിക്കാനൊന്നും ആർക്കും പറ്റൂല, കണ്ടേ പറ്റൂ. ഇബ്രാഹിം നബിയോട് അസ്റായിൽ പറഞ്ഞു, നബിയെ നിങ്ങൾ വാശി പിടിക്കണ്ട, ഒന്ന് പോ.